ശരിയാക്കോ? വെഹിക്കിൾ ഇൻഷുറൻസ് ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? വെഹിക്കിൾ ഇൻഷുറൻസ് നിലവിൽ നമ്മള് 3 വിധമാണ്. തേർഡ് പാർട്ടി ഉണ്ട്, പിന്നെ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട്, പിന്നെ നമുക്ക് ബമ്പർ ടൂമ്പർ ഉണ്ട്. അങ്ങനെ മൊത്തം 3 വിധ ഇൻഷുറൻസ് ആണ് നിലവിലുള്ളത്. അതിൽ തേർഡ് പാർട്ടി ആണ് നിർബന്ധമാണ്. നമ്മൾ നിർബന്ധമായിട്ട് വണ്ടിക്ക് എടുക്കുന്ന ഇൻഷുറൻസ് ആണ് നമ്മൾ തേർഡ് പാർട്ടി. കാരണം അതാണ് നമ്മൾക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മളെ സഹായിക്കുന്നതാണ് ഏത് ഫസ്റ്റ് ക്ലാസ് അറിയണത്. കാരണം നമ്മൾ വണ്ടിക്ക് അത് പറ്റിക്കഴിഞ്ഞാൽ ആ വണ്ടിന്റെ കേടുപാട് കിട്ടുന്ന ഇൻഷുറൻസ് ആണ് ഫസ്റ്റ് ക്ലാസ്. പക്ഷെ അതിന് ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട്. വണ്ടി കാലപ്പഴക്കം, വണ്ടിന്റെ തേയ്മാനൊക്കെ നോക്കിയിട്ടായിരിക്കും ആ വണ്ടിന്റെ പേയ്മെന്റ് പാസ്സാക്കാം. പിന്നെ മൂന്നാമത്തേത് എന്താണ്? ബമ്പർ ടൂമ്പർ അല്ലെ. മൂന്നാമത്തെ ബമ്പർ ടൂമ്പറാണ്. ബമ്പർ ടൂമ്പർ ഇൻഷുറൻസ് ആണെങ്കിൽ ആ ഒരു വണ്ടിക്ക് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യില്ല. എത്രയാണോ എമൗണ്ട് ആ എമൗണ്ട് ഫുള്ളായിട്ട് എന്ത് ചെയ്യും? പേയ്മെന്റ് പാസ്സാക്കും. ഉദാഹരണത്തിന് ഇപ്പൊ ഒരു 5000 രൂപയുടെ പരിക്ക് വന്നാല് ആ ടാക്സ് ഒഴിവാക്കിയില്ല, ഏകദേശം ഫുൾ എമൗണ്ടും പാസ്സാക്കും. ഈ ബമ്പർ ടൂമ്പർ പലതുണ്ട് കേട്ടോ. ഒന്നാമത് നമ്മളെ ഈ കൺസ്യൂമേഴ്സ് കവേർഡ് ആഡ് ചെയ്യും. നെറ്റ് ബോൾട്ട് ഐറ്റംസ്, എൻജിൻ പ്രൊട്ടക്ഷൻ ഉണ്ട്, R2 അതായത് റിട്ടേൺ ടു ഇൻവോയ്സ് എമൗണ്ട്. വണ്ടിക്ക് അതിന്റെ എത്ര റിട്ടേൺ ഇൻവോയ്സ് എത്രയാണ് ആ എമൗണ്ട് ഫുള്ള് പാസ്സാക്കി റിട്ടേൺ ടു ഇൻവോയ്സ്. പിന്നെ അങ്ങനത്തെ ഒരുപാട് ആഡ് ഓൺ കവേർഡ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ചേർത്തിട്ടാണ് ബമ്പർ ടൂമ്പർ. ബേസിക്കലി എന്തായാലും നമ്മൾ എടുക്കേണ്ട വിഷയം തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ്. തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഇല്ലാത്തൊരു വണ്ടി റോഡിൽ ഇറങ്ങാൻ പാടില്ല. ഇൻ കേസ് ആ വണ്ടി അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാലം അധ്വാനിച്ചുണ്ടാക്കിയ വീടും മുതലും എന്താ പറയാ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ ഒരു സെക്കൻഡ് നഷ്ടപ്പെടും. അപ്പൊ ഒരു ബൈക്കിന് ആകെ വരുന്ന എത്രയാണ്? 1167 രൂപയാണ് ബില്ലിൽ എമൗണ്ട് വരുന്നത്. ആ ഒരു എമൗണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ കുടുംബം സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ എന്തായാലും തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഇല്ലാത്ത ഒരാളും വാഹനം ഓടിക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഓക്കെ, അപ്പൊ ഇനി വീട്ടിൽ വണ്ടി ഇടുന്ന ആളുകൾ ഇപ്പൊ ചില ആളുകൾ ഗൾഫിലൊക്കെ പോകും. അല്ലെങ്കിൽ ചിലർ വണ്ടി നിർത്തിയിട്ട് എന്ത് ചെയ്യും? വേറെ കുറെ സ്ഥലത്തൊക്കെ പോയിട്ട് എന്ത് ചെയ്യും? ആ സമയത്തൊക്കെ ഒരു വണ്ടി ഉപയോഗിക്കേണ്ട സിറ്റുവേഷൻ വരിക. അവർക്ക് എന്ത് ചെയ്യാം? ആ അടങ്ങുന്ന സമയത്ത് വണ്ടി റോട്ടിൽ ഇറങ്ങണമെങ്കിൽ ഇൻഷുറൻസ് വേണം. വണ്ടി ആ റോട്ടിൽ ഇറങ്ങുന്ന സമയത്ത് എന്ത് നിങ്ങൾ തേർഡ് പാർട്ടി എടുക്കണം എന്നുള്ള എന്റെ അഭിപ്രായം. ഞാൻ കൂടുതൽ ഫസ്റ്റ് ക്ലാസ്സിനെ പ്രോത്സാഹിപ്പിക്കില്ലെങ്കിലും തേർഡ് പാർട്ടിക്ക് കൂടുതൽ പ്രോത്സാഹനം കൊടുക്കും. എന്ന് വെച്ചാൽ തേർഡ് പാർട്ടി കമ്പൽസറി ആണ്. ഫസ്റ്റ് ക്ലാസ് പറഞ്ഞാല് അല്ലെങ്കിൽ ബമ്പർ ടൂമ്പർ നമ്മളെ ആവശ്യമാണ്. നമ്മളെ വണ്ടിക്ക് എന്തെങ്കിലും കേട് സംഭവിക്കുന്ന സമയത്ത് അവർ കിട്ടാൻ വേണ്ടിയിട്ടതാണ് ഈ 2 പറഞ്ഞ അല്ലെ, 2, 3. അപ്പൊ എന്തായാലും ഇതിന്റെ പിന്നെ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട കാര്യം, തേർഡ് പാർട്ടി നിർബന്ധത്തിൽ എടുക്കണം. നമ്മൾ നമ്മുടെ കുടുംബത്തെ ശ്രദ്ധിക്കണം, കുടുംബത്തെ സ്നേഹിക്കണം. കുടുംബത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് തേർഡ് പാർട്ടി നിർബന്ധത്തിൽ എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.